വ്യാഴവട്ടക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ വടക്കുപുറത്ത് പാട്ട് വന്നെത്തുന്നു. ഭദ്രകാളി ആരാധനയുടെ തീവ്രതയും ദേവീസ്തുതികളുടെ ഈരടികളും ആർപ്പുവിളികളുടെയും വായ്ക്കുരവുകളുടെയും ആരവങ്ങളും മുഴങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രം. നീണ്ട 12 വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന ചടങ്ങാണ് വടക്കുപുറത്ത് പാട്ട്. മാർച്ച് 17 മുതൽ ഏപ്രിൽ 13 വരെ കോടിയർച്ചന, ശേഷം ഏപ്രിൽ 2 മുതൽ 13 വരെയാണ് വടക്കുപുറത്ത് പാട്ട് നടത്തപ്പെടുന്നത്. 2013 ഏപ്രിൽ മാസത്തിലാണ് അവസാനം ആഘോഷമായ വടക്കുപുറത്ത് പാട്ടിന് ക്ഷേത്രം സാക്ഷ്യം വഹിച്ചത്. കളമെഴുത്തും പാട്ടും നടത്താനുള്ള അവകാശം പുതുശ്ശേരി കുറുപ്പിന്റെ കുടുംബത്തിനാണ് വടക്കുംകൂർ രാജാവ് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. 13 മുതൽ 16 വരെ 8 കൈകളിലും, 17 മുതൽ 20 വരെ 16 കൈകളിലും, 21 മുതൽ 23 വരെ 32 കൈകളിലും ആയുധമേന്തി പീഠത്തിലിരിക്കുന്ന ഭദ്രകാളിയുടെയും, സമാപന ദിവസം 64 കൈകളിലും ആയുധമേന്തി വേദാളത്തിന്റെ പുറത്തിരിക്കുന്ന ഭദ്രകാളിയുടെയും വിശ്വരൂപമാണ് വരയ്ക്കുക. അരിപ്പൊടി, മഞ്ഞപ്പൊടി, വാകപ്പൊടി, പഞ്ചവർണ്ണ പൊടികൾ, ഉമിക്കരി കൂടാതെ അഭ്രവും കളം വരയ്ക്കുന്നതിന് ഉപയോഗിക്കും. പീഠം, വസ്ത്രം, പൂക്കുല, നാളികേരം, കരിക്ക്, തെങ്ങിൻചോട്ട, വെറ്റില, പാക്ക്, പട്ട എന്നിവയും നെല്ല്, അരി, മഞ്ഞൾ, മലർ, പൂവ് തുടങ്ങിയ സാധനങ്ങൾ കൊണ്ടുള്ള പറകൾ വച്ചൊരിക്കലും പെടും. കുരുത്തോല, വാഴക്കുല, കരിക്കിൻകുല എന്നിവ കൊണ്ട് പന്തൽ അലങ്കരിക്കും. 2000 ചതുരശ്ര അടി വിസ്തീർണമുള്ള നെടുമ്പുര കെട്ടി അതിലാണ് വടക്കുപുറത്ത് പാട്ട് നടത്തുന്നത്. ഐതിഹ്യപ്രകാരം വടക്കുപുറത്ത് പാട്ടിന് പിന്നിൽ ഒരു കഥയുണ്ട്. ഊരാൺമക്കാരുടെ ക്ഷേത്രഭരണ കാലത്ത് നാട്ടിലുണ്ടായ പകർച്ചവ്യാധിയിൽ അനേകം പേർക്ക് മരണം സംഭവിച്ചു. കുജദോഷമാണ് കാരണമെന്ന് പ്രശ്നവിധിയിൽ അറിവായതിനാൽ കുജന്റെ അതിദേവതയായ ഭദ്രകാളിയെ പ്രീതിപ്പെടുത്താൻ വടക്കുംകൂർ രാജാവും ക്ഷേത്ര ഭാരവാഹികളും നാട്ടുകാരുടെ പ്രതിനിധികളും കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഒരു മണ്ഡലകാലം ഭജനയിരുന്നു. ഭജനം പൂർത്തിയായ ദിവസം രാജാവിന് സ്വപ്ന ദർശനമുണ്ടായി. നാലമ്പലത്തിന് പുറത്ത് വടക്കുവശം 12 ദിവസം കളമെഴുത്ത് പാട്ട്. പാട്ടുകാലം കൂടുന്ന ദിവസം കുരുതിയും നടത്തിയാൽ ആപത്തൊഴിയുമെന്നും 12 വർഷം കൂടുമ്പോൾ പതിവായി നടത്തിയാൽ ഈ വിധമുള്ള ആപത്ത് ഉണ്ടാവുകയില്ലെന്നുമായിരുന്നു ദർശനം. 40 രോഗവും അതുമൂലമുള്ള മരണങ്ങളും വർദ്ധിച്ചപ്പോൾ നാട്ടരജനായ വടക്കുംകൂർ പ്രശ്നികനെ വരുത്തി പ്രതിവിധി ആരാഞ്ഞു. ഭദ്രകാളി പ്രീതി മാത്രമാണ് ഇതിന് പ്രതിവിധി എന്നറിഞ്ഞ രാജാവ് ഉടൻ തന്നെ കൊടുങ്ങല്ലൂർ പോയി 41 ദിവസം ഭഗവതിയെ ഭജിച്ച് തന്റെ ദേശത്തെ പകർച്ചവ്യാധിയിൽ നിന്നും രക്ഷിക്കണമെന്നും പ്രാർത്ഥിക്കുകയായിരുന്നു. 41-ാം ദിവസം രാത്രി രാജാവിന് ദേവിയുടെ ദിവ്യ ദർശനമുണ്ടായി. എന്നെ ഉദ്ദേശിച്ച് ഇനി മുതൽ വൈക്കം ക്ഷേത്രത്തിൽ മതിൽക്കകത്ത് ഒരു വ്യാഴവട്ടം കൂടുമ്പോൾ 12 ദിവസത്തെ കളമെഴുത്തും പാട്ടും നടത്തിയാൽ ആപത്ത് നീങ്ങുമെന്നും, പോകുമ്പോൾ തലക്കിലിരിക്കുന്ന ഉടവാൾ കൂടി വൈക്കത്തേക്ക് കൊണ്ടുപോയി കളമെഴുത്തും പാട്ടും നടക്കുന്ന അവസരത്തിൽ പ്രത്യേക പീഠത്തിൽ വെച്ച് എന്നെ ഉദ്ദേശിച്ച് പൂജിക്കുകയും വേണമെന്ന് ദേവി ദർശനമുണ്ടായി. തക്ഷണം രാജാവ് ദേവിയെ തൊഴുത് വൈക്കത്ത് തിരിച്ചു വന്ന് അതിഗംഭീരമായി 12 ദിവസത്തെ കളമെഴുത്തും പാട്ട് നടത്തി. അതോടെ രോഗബാധ ദേശത്ത് നിന്നും ഒഴിഞ്ഞുപോയി. അന്ന് വടക്കുംകൂർ രാജാവ് തുടങ്ങിയ പതിവ് ഇന്നും ക്ഷേത്രത്തിൽ തുടർന്നു പോരുന്നു. ഇതാണ് വടക്കുംപുറത്ത് പാട്ടിന് പിന്നിലെ കഥ.